അപ്പോൾ 5ാം ക്ലാസ്സിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും നോളജ് ഹണ്ടറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് നോട്ടീസ് എഴുതാം, നോട്ടീസ് എങ്ങനെ എഴുതിയാലാണ് മുഴുവൻ മാർക്ക് കിട്ടുക, നോട്ടീസ് എഴുതുന്ന സ്റ്റെപ്പ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാ കുട്ടികളും നമ്മളുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ ആ ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നോട്ടീസ് റൈറ്റിംഗ് ഒന്ന് പറഞ്ഞു തുടങ്ങാം. അപ്പോൾ നോട്ടീസ് എഴുതുമ്പോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ മാർക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് നോട്ടീസ് എഴുതുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. അതിനു മുമ്പ് നമുക്കൊരു ക്വസ്റ്റ്യൻ ഇവിടെ പരിചയപ്പെടാം. The farmer club in your school has decided to celebrate the harvest of vegetables grown in the vegetable garden of the school. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ നമ്മളുടെ വെജിറ്റബിൾ ഗാർഡനിൽ വിളയിച്ചിട്ടുള്ള വെജിറ്റബിൾസിൻ്റെ വിളവെടുപ്പാണ്. അപ്പോൾ ആ വിളവെടുപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സ്കൂളിൽ ഒരു ഹാർവസ്റ്റ് അല്ലെങ്കിൽ ഒരു വിളവെടുപ്പ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്നൊരു ക്വസ്റ്റ്യൻ നോക്ക്. പ്രിപ്പയർ എ നോട്ടീസ് ഫോർ ദ പ്രോഗ്രാം. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയുള്ള ഒരു നോട്ടീസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോട്ടീസ് എഴുതാൻ നിങ്ങൾ രണ്ട് പാർട്ടായിട്ട് വേണം നിങ്ങൾ നോട്ടീസ് എഴുതാൻ. ഒന്നിതാ ഇതുപോലെ അതുപോലെ നിങ്ങൾ എഴുതണം. പിന്നെ രണ്ടാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ ആ പ്രോഗ്രാംസിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഇങ്ങനെ രണ്ട് ഭാഗങ്ങളായിട്ട് വേണം നിങ്ങൾ നോട്ടീസ് എഴുതാനായിട്ട്. അപ്പോൾ നോക്കി, ആ നോട്ടീസ് എഴുതുന്നതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു സ്ട്രക്ചർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്നാമത്തെ ഭാഗം ഒന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ നോക്കിക്കോണേ. അതിൽ നമ്മൾ ഒന്നാമത്തെ ഭാഗത്തിൽ നമ്മൾ പറയേണ്ടത്, ആദ്യം നമ്മൾ ഒരു ഹെഡിങ് ആക്കിയാണ് കൊടുക്കേണ്ടത്. ആദ്യം നിങ്ങൾ നോട്ടീസിൽ നിന്നൊരു ഹെഡിങ് കൊടുക്കുക. ഓക്കെ, നോട്ടീസിൽ നിന്നൊരു ഹെഡിങ് കൊടുക്കുക. ശേഷം നിങ്ങൾ നെയിം ഓഫ് ദ സ്കൂൾ. ഇപ്പോൾ നിങ്ങളുടെ സ്കൂളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് കൊടുക്കുക. പിന്നെ നിങ്ങൾ നെയിം ഓഫ് ദ സ്കൂൾ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഏതാണോ ആ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ പരിപാടി നടത്തുന്ന ആ ഒരു സംഘടനയുടെ പേര് കൂടെ നിങ്ങൾക്ക് കൊടുക്കാം. ഇപ്പോൾ ഫിലിം ക്ലബ്ബാണെന്നുണ്ടെങ്കിൽ ആ സ്കൂളിൻ്റെ പേരിന് കഴിഞ്ഞിട്ട് ഫിലിം ക്ലബ്ബ് എന്ന് കൊടുക്കുക. ഇപ്പോൾ എൻവയോൺമെൻറ്റ് ക്ലബ്ബാണെന്നുണ്ടെങ്കിൽ ആ സ്കൂളിൻ്റെ പേര് എഴുതിയതിന് ശേഷം ഒരു കോമ ഇട്ടിട്ട് എൻവയോൺമെൻറ്റ് ക്ലബ്ബ് എന്ന് എഴുതുക. കേട്ടല്ലോ, അങ്ങനെ വേണം നിങ്ങളത് എഴുതാൻ. പിന്നെ നിങ്ങൾ എഴുതേണ്ടത് നെയിം ഓഫ് ദ പ്രോഗ്രാമാണ്. എന്താണോ ആ പരിപാടിയുടെ പേര് അല്ലെങ്കിൽ ആ പരിപാടി എന്താണെന്ന് നിങ്ങളൊരു ഹെഡിങ് ആക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നിങ്ങൾ ഹെഡിങ് ആക്കി കൊടുക്കേണ്ടത്. ഫസ്റ്റ് നോട്ടീസ് ഒന്ന് കൊടുക്കുക, പിന്നെ നെയിം ഓഫ് ദ സ്കൂള്, അതുപോലെ നെയിം ഓഫ് ദ പ്രോഗ്രാം. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഹെഡിങ് ആക്കി കൊടുക്കണം. ഓക്കെ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം, കുറച്ച് ഭംഗിയൊക്കെ ആക്കി ഹെഡിങ് എഴുതുന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, പിന്നെ നോക്കി, ഹെഡിങ് എഴുതുന്നത് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുന്നതാണ് കുറച്ചും കൂടെ ഭംഗിയായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് അഭിസംബോധന ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ സാല്യൂട്ടേഷൻ കൊടുക്കണം. അപ്പോൾ നോക്ക്, ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് ഡിയർ ഫ്രണ്ട്സ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഫ്രണ്ട്സിനോട് ഡിയർ ഫ്രണ്ട്സ് എന്ന് കൊടുത്തു. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് കൊടുക്കാം, ഡിയർ ഓൾ എന്ന് കൊടുക്കാം. ഇനിയിപ്പോൾ ഡിയർ ഓൾ എന്ന് കൊടുക്കാം, അതിന് കുഴപ്പമില്ല. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിയർ ടീച്ചേഴ്സ് ആൻഡ് പാരൻസ് എന്ന് കൊടുക്കാം. ഓക്കെ, അതിപ്പോൾ നിങ്ങളുടെ ഇഷ്ടം. ഇപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ആരൊക്കെയാണോ പറഞ്ഞിട്ടുള്ളത് അവരെയൊക്കെ നിങ്ങൾക്ക് അഭിസംബോധന ചെയ്യാം. പിന്നെ അടുത്തത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇനിയാണ് നിങ്ങൾ ആ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കേണ്ടത്. പരിപാടിയെ പറ്റിയും അതുപോലെ പരിപാടിയുടെ ബാക്കി ഡീറ്റെയിൽസൊക്കെ കൊടുക്കേണ്ടത് അടുത്ത ഈ ഒരു പാരഗ്രാഫിൽ, ഈ 3 പാരഗ്രാഫിലും വേണം, അല്ലെങ്കിൽ ഈ 3 സെൻറ്റൻസ് ആക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, എഴുതാൻ. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾ ആദ്യം എഴുതേണ്ടത് ഇങ്ങനെയാണ്, എന്ന് കൊടുക്കുക. ശേഷം ആ ക്ലബിൻ്റെ പേരെന്താണോ അത് നിങ്ങളിവിടെ കൊടുക്കുക. ഇപ്പോൾ എൻവയോൺമെൻറ്റ് ക്ലബ്ബ് ആണെങ്കിൽ ദ എൻവയോൺമെൻറ്റ് ക്ലബ്ബ്, പിന്നെ ഫിലിം ക്ലബ്ബാണെന്നുണ്ടെങ്കിൽ ദ ഫിലിം ക്ലബ്ബ്. ഓക്കെ, ഇനി വേറെ ഏതെങ്കിലും ക്ലബിൻ്റെ പേരാണെന്നുണ്ടെങ്കിൽ ആ ക്ലബിൻ്റെ പേര് ഇവിടെ കൊടുക്കാം. ഇനി എന്ത് ചെയ്യാം, എന്ന് കൊടുത്തിട്ട് ക്ലബിൻ്റെ പേര് കൊടുക്കുക. ഓഫ് അവർ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു. ഓക്കെ, ഹാസ് ഡിസൈഡഡ് ടു, ഇവിടെ നിങ്ങൾ ഹാസ് ഡിസൈഡഡ് ടു എന്ന് കണ്ടോ. അപ്പോൾ ആദ്യം നിങ്ങളൊന്ന് ആലോചിച്ച് വെച്ചേക്കുക. ഹാസ് ഡിസൈഡഡ് ടു എന്ന് പറഞ്ഞാൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്നർത്ഥം. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഏതൊരു നോട്ടീസിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് കൊടുക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഹാസ് ഡിസൈഡഡ് ടു കണ്ടക്ട് ചെയ്യാന്ന് കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോഗ്രാമിൻ്റെ പേര് കൊടുക്കുക. എന്താണോ ആ പ്രോഗ്രാമിൻ്റെ പേര് കൊടുക്കുക. ഓക്കെ, ഫസ്റ്റ് ഒന്നുകൂടി പറഞ്ഞുതരാം. പിന്നെ ക്ലബിൻ്റെ പേര്, ഓഫ് അവർ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു കണ്ടക്ട് പിന്നെ എന്താണ് ആ പ്രോഗ്രാമിൻ്റെ പേര് കൊടുക്കുക. ഇതാണ് നിങ്ങൾ ആദ്യത്തെ സെൻറ്റൻസ് ആക്കി എഴുതേണ്ടത്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പിന്നെ ദ പ്രോഗ്രാം വിൽ ഇനാഗ്രേറ്റഡ് ബൈ നെയിം. അതായത് നിങ്ങൾക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ
ഒരു പ്രോഗ്രാം ആകുമ്പോൾ ഒരു ഇനാഗുറേഷൻ അല്ലെങ്കിൽ ഒരു ഉദ്ഘാടകൻ ഉണ്ടാവും. ആ ഉദ്ഘാടകനെ ഒന്ന് പരിചയപ്പെടുത്തുക. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് ഉദ്ഘാടകനെ പരിചയപ്പെടുത്തുക? ദ പ്രോഗ്രാം വിൽ ബി ഇനാഗുറേറ്റഡ് ബൈ, പിന്നെ ആളുടെ പേര്, ആരാണോ അയാളെ പേര് കൊടുക്കുക. ഓക്കെ, ഇതാണ് നിങ്ങൾ ഒരു പാരഗ്രാഫാക്കി എഴുതേണ്ടത്. പിന്നെ അടുത്തത് എന്ത് ചെയ്യുക? അടുത്തത് നിങ്ങൾക്ക് ഇതുപോലെ ഒരു ബോക്സ് വരച്ചിട്ട് 3 കാര്യങ്ങൾ നിങ്ങളവിടെ എഴുതണം. 1 ഡേറ്റ്, 2 ടൈം, 1 വെന്യൂ. ഡേറ്റ്, ടൈം, വെന്യൂ, ഈ 3 കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഒരു ബോക്സിൽ നിങ്ങൾ കൊടുക്കണം. അപ്പോൾ ഡേറ്റ് എന്ന് പറഞ്ഞാൽ തീയതി, എന്നാണോ ആ പരിപാടി നടക്കുന്ന തീയതി നേരെ കൊടുക്കുക. പിന്നെ ടൈം, എപ്പോഴാണോ ആ ടൈം ഉള്ളത് അത് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ലതൊരു 9 AM അല്ലെങ്കിൽ 10 AM എന്ന് കൊടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ വെന്യൂ എന്ന് പറയുമ്പോൾ എവിടെ വെച്ചാണോ ഈ പ്രോഗ്രാം നടക്കുന്നത് അതിൻ്റെ സ്ഥലം. ഇതിപ്പോൾ പ്രധാനമായിട്ടും സ്കൂൾ ഓഡിറ്റോറിയമാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് നിങ്ങൾ ആ വെന്യൂ മാറ്റി കൊടുക്കുക. കേട്ടല്ലോ? ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ 3 ഡേറ്റ്, ടൈം, വെന്യൂ നിങ്ങൾ ഇങ്ങനെ ബോക്സ് ആക്കിയിട്ട് വരച്ച് എഴുതുക. പിന്നെ ഇവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഈ ഒരു ഭാഗത്ത് ഓൾ ആർ വെൽക്കം എന്ന് കൊടുക്കാം. എല്ലാവർക്കും സ്വാഗതം എന്ന് കൊടുക്കാം. ഓൾ ആർ വെൽക്കം കേട്ടോ. ഈ ഓൾ ആർ വെൽക്കം വേണമെന്നുണ്ടെങ്കിൽ ഇവിടെയും നിങ്ങൾക്ക് എഴുതാം, അതിനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി പിന്നെ നോക്ക്, ഇവിടെ നിങ്ങൾ കണ്ടോ പ്ലേസ്, ഡേറ്റ്. ഇവിടെ നിങ്ങൾ പ്ലേസും ഡേറ്റും ആയിട്ട് കൊടുക്കേണ്ടത് നിങ്ങൾ ആ നോട്ടീസ് അച്ചടിച്ച ആ ഒരു പ്ലേസും ഡേറ്റുമാണ് ഇവിടെ കൊടുക്കേണ്ടത്. നമുക്കറിയാം, ഒരു പരിപാടി നടക്കുന്നതിൻ്റെ ഒരാഴ്ച മുമ്പെങ്കിലും ഒരു നോട്ടീസ് അടിക്കുമല്ലോ. അപ്പോൾ ആ നോട്ടീസ് അടിച്ച ഡേറ്റാണ് ഇവിടെ കൊടുക്കേണ്ടത്. അതായത് ആ പരിപാടി നടക്കുന്നതിൻ്റെ ഒരാഴ്ച മുമ്പുള്ള ഡേറ്റ് വേണം ഇവിടെ കൊടുക്കാൻ. പിന്നെ പ്ലേസ് എന്ന് പറയുമ്പോൾ ആ നോട്ടീസ് അച്ചടിച്ച പ്ലേസ്, അത് നിങ്ങൾ എന്ത് ചെയ്യുക? ഇഷ്ടമുള്ളൊരു പ്ലേസ് കൊടുക്കുക. ഓക്കെ ആണല്ലോ? പിന്നെ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? സെക്രട്ടറി, പിന്നെ ക്ലബിൻ്റെ പേര്, ഏതാണോ ക്ലബ്ബ് ആ ക്ലബിൻ്റെ പേര് സെക്രട്ടറി എഴുതുക, എന്നിട്ട് ആ ക്ലബിൻ്റെ പേരും എഴുതുക. ഓക്കെ, ഇതാണ് ആദ്യത്തെ ഭാഗത്ത് ശ്രദ്ധിക്കേണ്ടത്. ഒന്നും കൂടി പറഞ്ഞുതരാം. നിങ്ങൾ ആ ഹെഡിങ് എഴുതുന്നു, പിന്നെ ആ ഒരു സാല്യൂട്ടേഷൻ കൊടുക്കുന്നു, പിന്നെ നിങ്ങൾ ആ ഒരു പാരഗ്രാഫ് എഴുതുന്നു, പിന്നെ ശേഷം ഡേറ്റ്, ടൈം, വെന്യൂ ഇത് 3 കൊടുക്കുന്നു. ശേഷം എന്ത് ചെയ്യുന്നു? ഓൾ ആർ വെൽക്കം എന്ന് ഇവിടെ കൊടുക്കുന്നതാണ് നല്ലത്. ഇവിടെ കൊടുക്കുക. ഇനി പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? പ്ലേസും ഡേറ്റും കൊടുക്കണം. ഇവിടുത്തെ പ്ലേസും ഡേറ്റും അറിയാലോ. ഇവിടുത്തെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ പരിപാടി നടക്കുന്നതിൻ്റെ ഒരാഴ്ച മുമ്പുള്ള ഡേറ്റ് ആയിരിക്കണം. അതുപോലെ പ്ലേസ്, ഇഷ്ടമുള്ളൊരു പ്ലേസ് കൊടുക്കുക. പിന്നെ ഇവിടെ സെക്രട്ടറി എന്ന് എഴുതിയിട്ട് ക്ലബിൻ്റെ പേരെന്താണോ അത് കൊടുക്കുക. ഓക്കെ, ഇതാണ് നിങ്ങൾ ആദ്യത്തെ പാർട്ടിൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ രണ്ടാമത്തെ ഭാഗം നോക്കുക. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ അവിടെ നിങ്ങൾ കൊടുക്കേണ്ടത് പ്രോഗ്രാം ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, പ്രോഗ്രാം ഡീറ്റെയിൽസ് ആണ് അവിടെ കൊടുക്കേണ്ടത്. അതായത് ആ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള ഡീറ്റെയിൽസാണ് നമ്മളവിടെ കൊടുക്കുന്നത്. അപ്പോൾ പ്രോഗ്രാം ഡീറ്റെയിൽസ് നിങ്ങൾ ഇതുപോലെയാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇവിടെ കുറച്ച് സ്ഥാനങ്ങളുണ്ടാവും. അത് ആരൊക്കെയാണ് ചെയ്യുന്നത് നിങ്ങളിവിടെ എഴുതുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രയർ, പ്രാർത്ഥന, ആരാ? സ്കൂൾ കൊയറാണ് പ്രയർ നടത്താറ്. അപ്പോൾ പ്രയർ എന്ന് എഴുതിയിട്ട് സ്കൂൾ കൊയർ കൊടുക്കുക. ഇനി വെൽക്കം സ്പീച്ച്, സ്വാഗത പ്രസംഗം, വെൽക്കം സ്പീച്ച് വേണമെങ്കിൽ സ്കൂൾ ലീഡർ കൊടുക്കാം. ഓക്കെ, അതുപോലെ പ്രസിഡൻഷ്യൽ അഡ്രസ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഹെഡ് മാസ്റ്റർ കൊടുക്കാം. പിന്നെ ഇനാഗുറൽ അഡ്രസ്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രോഗ്രാം ഇനാഗുറേറ്റ് ചെയ്യാൻ ഒരാളെ വിളിച്ചിട്ടുണ്ടല്ലോ, അയാളുടെ പേരാണ് ഈ ഇനാഗുറൽ അഡ്രസ്സ് എന്നുള്ളിടത്ത് നിങ്ങൾ കൊടുക്കേണ്ടത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇനാഗുറൽ അഡ്രസ്സ് എന്ന് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇനാഗുറേഷൻ എന്ന് പഠിച്ചു വെച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഫെലിസിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഫെലിസിറ്റേഷൻ കൊടുക്കുന്നത് 2 ആളുകളെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. ഒരാൾ കൊടുത്താലും കുഴപ്പമില്ല. ഇവിടെ ഒരാൾ കൊടുത്തിട്ടുണ്ട് സ്റ്റാഫ് സെക്രട്ടറി, മറ്റാൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? PTA പ്രസിഡൻ്റ് എന്ന് പറയാം. ഓക്കെ, പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? പിന്നെ നിങ്ങൾ വോട്ട് ഓഫ് താങ്ക്സ് കൊടുക്കാൻ നിങ്ങൾക്ക് ക്ലബ് സെക്രട്ടറിയെ വിളിക്കാം. അതുപോലെ നാഷണൽ ആന്തം നിർബന്ധമില്ല, വേണമെങ്കിൽ കൊടുക്കാം. നാഷണൽ ആന്തം സ്കൂൾ കൊയറാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു 7 സൂചകങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരു 7 കാര്യങ്ങളുണ്ട്. ഈ 7 കാര്യങ്ങൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ 7 കാര്യങ്ങളും നിങ്ങൾ ഓരോ വ്യക്തികൾക്ക് കൊടുക്കുക കേട്ടോ. ഓക്കെ, അതാണ് പ്രോഗ്രാം ഡീറ്റെയിൽസിൽ ശ്രദ്ധിക്കേണ്ടത്. പ്രയർ, വെൽക്കം സ്പീച്ച്, പ്രസിഡൻഷ്യൽ അഡ്രസ്സ്, ഇനാഗുറൽ അഡ്രസ്സ്, ഫെലിസിറ്റേഷൻ, വോട്ട് ഓഫ് താങ്ക്സ്, നാഷണൽ ആന്തം. ഈ 7 കാര്യങ്ങളും നിങ്ങൾ പ്രോഗ്രാം ഡീറ്റെയിൽസിൽ കൊടുക്കുക. ഇനി പ്രോഗ്രാം ഡീറ്റെയിൽസ് എഴുതുമ്പോൾ നിങ്ങൾക്ക് ആ ആളുകളുടെ പേര് വേണമെങ്കിൽ എഴുതാം. ഇവിടെ നോക്കി, ഇവിടെ ഹെഡ് മാസ്റ്റർ ഉണ്ട്. അപ്പോൾ ആ ഹെഡ് മാസ്റ്റർ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ ഹെഡ് മാസ്റ്ററിൻ്റെ പേര് കൊടുക്കാം. ഹെഡ് മാസ്റ്റർക്ക് ഒരു പേരുണ്ടെങ്കിൽ അത് കൊടുക്കാം. അതുപോലെ സ്റ്റാഫ് സെക്രട്ടറി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു പേര് കൊടുക്കാം. പേരെഴുതിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പദവി ഏതാണോ അത് വേണമെങ്കിൽ പറയാം. കേട്ടല്ലോ? ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ രാജു
എഴുതിയിട്ട് രാജു എന്താണോ പദവി വഹിക്കുന്നത് അത് എഴുതുക. രാജു എന്താ ഇവിടെ ക്ലബ് സെക്രട്ടറി ആണെങ്കിൽ ക്ലബ് സെക്രട്ടറി എന്ന് കൊടുക്കുക. രാജു എന്നിട്ട് ഒരു കോമ ഇടുക, എന്നിട്ട് ക്ലബ്ബ് സെക്രട്ടറി എന്ന് കൊടുക്കുക കേട്ടോ. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ഒരു നോട്ടീസ് പ്രിപ്പയർ ചെയ്യേണ്ടത്. നോട്ടീസ് പ്രിപ്പയർ ചെയ്യുന്ന രണ്ട് ഭാഗങ്ങളായിട്ട് വേണം നിങ്ങൾ എഴുതാൻ. ആദ്യം ഞാൻ പറഞ്ഞു അത് എഴുതുക, പിന്നെ രണ്ടാമത് ഈ പ്രോഗ്രാം ഡീറ്റെയിൽസ് എഴുതുക. ഇനി നമുക്ക് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒരു മോഡൽ നോട്ടീസ് നമുക്കൊന്ന് തയ്യാറാക്കി നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ക്വസ്റ്റ്യൻ തന്നെയാണ്. ആ ഫാർമർ ക്ലബ്ബ് നടത്തുന്ന ആ ഒരു നോട്ടീസാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ആ നോട്ടീസിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ച അതേ ഫോർമാറ്റ് തന്നെയാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം നോട്ടീസിനൊരു ഹെഡിങ് കൊടുത്തു. പിന്നെ സ്കൂളിൻ്റെ പേര് ഇവിടെ നോക്കിട്ടോ. സ്കൂളിൻ്റെ പേര് ABC സ്കൂൾ കോഴിക്കോട്, സ്കൂളിൻ്റെ പേര് കൊടുത്താണ്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ക്ലബിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ഏതാ? ഫാർമർ ക്ലബ്ബാണ്. ഫാർമർ ക്ലബ്ബാണ്. അപ്പോൾ ഫാർമർ ക്ലബ്ബ് ആയതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ആ സ്കൂളിൻ്റെ പേര് കഴിഞ്ഞിട്ട് ഫാർമർ ക്ലബ്ബ് എന്ന് എഴുതി. കുഴപ്പമില്ലല്ലോ. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, പിന്നെ നിങ്ങൾ ആ ഒരു പരിപാടി എന്താണോ അത് എഴുതുന്നു കേട്ടോ. വെജിറ്റബിൾ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ, ആ പരിപാടിയുടെ പേരും എഴുതി. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, സാല്യൂട്ടേഷൻ കൊടുക്കുന്നതാ ഇവിടെ ഡിയർ ഫ്രണ്ട്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു നേരത്തെ പറഞ്ഞ അതേ ഫോർമാറ്റിൽ നിങ്ങൾ ആ ഒരു പാരഗ്രാഫ് കംപ്ലീറ്റ് ചെയ്യുന്നു. അവിടെ ഉണ്ട്, നോക്കിക്കോണേ. ദ ഫാർമർ ക്ലബ് ഓഫ് ABC സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു, അതാണ്ട് അവിടെ ഹാസ് ഡിസൈഡഡ് ടു സെലിബ്രേറ്റ് ദ ഹാർവസ്റ്റ് ഓഫ് വെജിറ്റബിൾസ് ഗ്രോൺ ഇൻ ദ വെജിറ്റബിൾ ഗാർഡൻ ഓഫ് ദ സ്കൂൾ. ഉണ്ട്, നമ്മൾ ആദ്യം ആ സ്കൂളിൻ്റെ പേരിനെ പറ്റി പറഞ്ഞു, പിന്നെ ആ ക്ലബിൻ്റെ പേര്, പിന്നെ എന്താണോ ആ പരിപാടി, ഈ 3 കാര്യങ്ങൾ നമ്മൾ ആദ്യത്തെ സെൻറ്റൻസിൽ സൂചിപ്പിച്ചു. പിന്നെ നോക്ക്, നമുക്കറിയാം പിന്നെ ഇവിടെ നടക്കുന്ന പരിപാടി ഒരു വെജിറ്റബിൾ ഹാർവസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്യാൻ ആരും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട, ഉദ്ഘാടകൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും കൊടുക്കണ്ട. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം, വി ഇൻവൈറ്റ് ഓൾ ഓഫ് ദ സ്റ്റുഡൻസ് ടീച്ചേഴ്സ് ആൻഡ് ഓൾ ടു ദിസ് പ്രോഗ്രാം. ഞങ്ങൾ എല്ലാ ടീച്ചർമാരെയും സ്റ്റുഡൻസിനെയും എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് 2 സെൻറ്റൻസ് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു പാരഗ്രാഫ് പൂർത്തിയാക്കി. 2 സെൻറ്റൻസ് എഴുതിയിട്ട് ഈ ഒരു പാരഗ്രാഫ് നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, ഇതുപോലെ ഒരു ബോക്സ് വരച്ചിട്ട് ആ ബോക്സിൽ ഡേറ്റ്, ടൈം, വെന്യൂ ഇത് 3 കൊടുക്കുക. ഡേറ്റ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് 17 ജനുവരി 2025, ടൈം കൊടുത്തിട്ടുണ്ട് 10 AM, വെന്യൂ സ്കൂൾ ഗാർഡൻ. ഇവിടെ നമുക്ക് വെജിറ്റബിൾ ഹാർവസ്റ്റ് ആണ്. അപ്പോൾ വെജിറ്റബിൾ ഹാർവസ്റ്റ് നടക്കുന്നത് നമുക്കറിയാം സ്കൂൾ ഗാർഡനിലായിരിക്കും. അപ്പോൾ സ്കൂൾ ഗാർഡൻ എന്ന് വെന്യൂ ആയിട്ട് കൊടുത്തു. പിന്നെ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ ഓൾ ആർ വെൽക്കം കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ പ്ലേസും ഡേറ്റും കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ ഡേറ്റ് ആയിട്ട് കൊടുക്കേണ്ടത് ഈ പരിപാടി നടക്കുന്നതിൻ്റെ ഒരാഴ്ച മുമ്പുള്ള ഡേറ്റ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ പരിപാടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ പരിപാടി നടക്കുന്ന ടൈം എന്ന് പറയുന്നത് 17-ാം തീയതിയാണ്. അപ്പോൾ 17-ാം തീയതിക്ക് ഒരാഴ്ച മുമ്പുള്ള ഡേറ്റ് 10 ജനുവരി 2025 എന്ന് കൊടുക്കട്ടെ ഡേറ്റ് ആയിട്ട്. പിന്നെ ഇവിടെ നോക്ക്, ഇവിടെ സെക്രട്ടറി ഫാർമർ ക്ലബ്ബ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ആദ്യത്തെ ഭാഗം. ഈ രണ്ടാമത്തെ പാർട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം ഇവിടെ എന്താ, നമുക്കിനി ഒരു പ്രോഗ്രാം ഡീറ്റെയിൽസ് ആണ് എഴുതേണ്ടത്. എഴുതാനുള്ളത്. അപ്പോൾ പ്രോഗ്രാം ഡീറ്റെയിൽസ് എന്ന് ഹെഡിങ് കൊടുക്കുന്നു. പിന്നെ പ്രയർ, സ്കൂൾ കൊയർ, വെൽക്കം സ്പീച്ച്, പിന്നെ ഗോപാലൻ നായർ സ്കൂൾ ഹെഡ് മാസ്റ്റർ, പ്രസിഡൻഷ്യൽ അഡ്രസ്സ് ശ്രീ വനജ KP പഞ്ചായത്ത് മെമ്പർ, പിന്നെ ഇനാഗുറേഷൻ ഷാജി അബ്ദുള്ള പഞ്ചായത്ത് പ്രസിഡൻ്റാണ്, ഫെലിസിറ്റേഷൻ ശ്രീധരൻ വളപ്പിൽ PTA പ്രസിഡൻ്റാണ്. അതുപോലെ വോട്ട് ഓഫ് താങ്ക്സ് അജിത്ത് സ്കൂൾ ലീഡർ. ഇവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ നോക്ക്, ഞാനിവിടെ എഴുതിയിരിക്കുന്ന ആ ഒരു മെത്തേഡ് കണ്ടില്ലേ, ഇവിടെ ഞാൻ ഒരാളുടെ പേര് കൊടുത്തു, ശേഷം അദ്ദേഹത്തിൻ്റെ സ്ഥാനം എഴുതി. ഇവിടെ അതുപോലെ തന്നെ പേര് കൊടുത്തു, സ്ഥാനം എഴുതി. അങ്ങനെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒരാളെ പേര് എഴുതിയിട്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാനം എന്താണോ അത് നിങ്ങൾക്ക് എഴുതാം. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങൾക്ക് നമ്മളുടെ നോട്ടീസിലുള്ള ഫുൾ മാർക്കായിരിക്കും. ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് എക്സാമിന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് ഈ വീഡിയോയ്ക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ യൂസ്ഫുൾ എന്ന് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുപോലെ തന്നെ എല്ലാവർക്കും ബൈ.